രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ കേസിലേക്കാണ് ആദ്യം. രാഹുലിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിട്ടുണ്ട്. ഇതുകൂടാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് കൂടിയിട്ട് കോടതി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ രാഹുലിന് ഇതുവരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കോൺഗ്രസ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. MLA സ്ഥാനം രാജിവെക്കണമെന്ന് കൂടിയിട്ട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജിവെക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ വിഷയമാണ് നമ്മളാദ്യം പരിശോധിക്കുന്നത്. നിഷാദ്, ഈ കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ? കാരണം ഇന്നലെ കോൺഗ്രസിൻ്റെ സംസ്കാര സാഹിതിയുടെ ചുമതലയുള്ള ഷെഹനാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷെഹനാസ് പറയുന്നത് രാഹുലിൻ്റെ ഇത്തരം വൃത്തികേടുകളെ കുറിച്ചിട്ട് ഷാഫി പറമ്പിലിനോട് തുറന്നു പറഞ്ഞിരുന്നു. അത് യൂത്ത് കോൺഗ്രസിൻ്റെ പദവി ഏറ്റെടുക്കുന്ന ആ സമയത്ത് തന്നെ അന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തതെന്നാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം രാഹുലിനെ പുറത്താക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർക്ക് കൈകഴുകി രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഷാഫി പറമ്പിലുമായി ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, ഇദ്ദേഹം പ്രധാനപ്പെട്ട പദവികളിലേക്ക് വരുന്നതിന് മുൻപ്, ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നതിന് മുൻപ് ഇദ്ദേഹത്തെ പോലെ ഒരാളെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ പ്രധാന പദവിയിൽ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഒഫീഷ്യലായ ഒരു പരാതി വരുന്നതിന് മുൻപ് തന്നെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കംപ്ലയിൻറ്റ് പലരും ഉന്നയിച്ചിരുന്നൊക്കെയാണ്. ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ അതിന് മറുപടി പറയുന്നു, ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതിയും ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന്മേൽ നടപടിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ ഒരു വാദം. അതവിടെ നിൽക്കെ തന്നെ കോൺഗ്രസ്സിന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച നടപടി ഏറ്റവും ഉചിതമായ സമയത്ത് ഇപ്പോൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇങ്ങനെ പരാതികൾ വരുന്ന ഘട്ടത്തിൽ അത്തരക്കാർക്കെതിരെയെല്ലാം കർശനമായ നടപടിയെടുക്കുന്ന കക്ഷി രാഷ്ട്രീയക്കാരെ അല്ല പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ കോൺഗ്രസ് ഒരു വളരെ ശക്തമായ നടപടി അവരുടെ സമീപകാലത്തെ ഏറ്റവും പ്രധാനിയായ ഒരു നേതാവിനെതിരെ സ്വീകരിച്ചിരിക്കുന്നു എന്നത് പ്രതീക്ഷാ നിർഭരമാണ്. പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന എന്താണ്, ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ നേതാക്കളെ ഡിഫെൻഡ് ചെയ്യാനോ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ആഭ്യന്തര അന്വേഷണം മാത്രം നടത്തി അവസാനിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു, ചില സ്ക്രീൻഷോട്ടുകൾ മാത്രം പുറത്തു വരുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് വന്നിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല നോക്കണം, സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി നിർത്താൻ തീരുമാനിക്കുന്നു. കോൺഗ്രസിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അഭിമാനകരമായിട്ടുള്ള പോരാട്ടം പാലക്കാട് നടത്തി അവർ വിജയിപ്പിച്ച ഒരു MLA-യോടാണ് അവർ ആ സമീപനം സ്വീകരിക്കുന്നത് കാണണം. അതിനുശേഷം ഒരു പരാതി ഒഫീഷ്യലി വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജാമ്യമില്ല എന്ന് കോടതിയിൽ നിന്ന് തീർത്തു പറയുന്ന ഘട്ടത്തിൽ മാറ്റി നിർത്താനുള്ള തീരുമാനം എടുത്തത് നല്ല കാര്യമായിട്ട് തന്നെ കാണണം. അതിന് നമ്മൾ ഇത്രയും ദിവസം കോൺഗ്രസിന് എന്തുകൊണ്ട് അയാൾക്കെതിരെ കർക്കശ നടപടി എടുക്കാൻ കഴിയുന്നില്ല, കോൺഗ്രസിൻ്റെ സൈബർ പട അയാളെ ന്യായീകരിക്കാനുള്ള ഒരു കൂട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരുന്നല്ലോ. ആ വിമർശനത്തിന് മാത്രം സന്ദർഭമല്ല ഇത്. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഇരകളാക്കപ്പെട്ട ആൾക്കാർ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ പരാതിയെയും അവരുന്നയിക്കുന്ന കൺസേൺ, അതിനെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് മാനിക്കുന്നത് ശുഭകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിമർശിക്കാൻ പിന്നെയും കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഷഹനാസ് പറഞ്ഞതുപോലെ ഞാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നത് കണ്ടില്ല, നേരിട്ട് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറായില്ല. ആ വിമർശനങ്ങളൊക്കെ സാധ്യത അവിടെ നിൽക്കെ തന്നെയും എടുക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമത്തിൽ കോൺഗ്രസ് എടുത്തു. ഞങ്ങളെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത് മാത്രമല്ല, ഇന്നിപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ അയാൾക്ക് ഇനി ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനേ കഴിയില്ല എന്നാണ്. ഇത്രയും മോശം സ്വഭാവമുള്ള ഒരാളെ ഇനി ഈ പാർട്ടിക്ക് എൻ്റർടൈൻ ചെയ്യാൻ കഴിയില്ലെന്ന്, അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ അധ്യായം അടച്ചു. ഇനിയും അതിൻ്റെ പിന്നാലെ പോയി കോൺഗ്രസിനെ ആക്രമിക്കുന്നതിന് യുക്തി പ്രശ്നമുണ്ടോ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ അയാൾക്കെതിരെ വരുന്ന കേസോ അയാളെ ഓടിച്ചിട്ട് പിടിക്കുന്നതോ അയാളെ ജയിലിൽ അടയ്ക്കുന്നതോ അതൊക്കെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം കാര്യമാണ്. അതിനെ എടുക്കേണ്ട, അതിനെ ചുമന്ന് നടക്കേണ്ടതിൻ്റെ ഭാരം വഹിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ഒരു പാർട്ടിയെ നൽകി. പക്ഷേ ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ ഇന്നിപ്പോൾ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഒറ്റപ്പെട്ട എൻ്റേത് മാത്രമായിട്ടുള്ള ഒരു പൊസിഷനില്ല, പാർട്ടി എടുക്കുന്ന നിലപാടിൻ്റെ കൂടെയാണ് ഞാനുള്ളത്, ഒരു ഘട്ടത്തിലും പാർട്ടി തീരുമാനത്തിന് വിഘാതമായി ഞാൻ നിന്നിട്ടില്ല അദ്ദേഹം പറയുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴും ആലോചിക്കണം, സികേഷ രണ്ടാമത്തെ പരാതി വായിച്ചു നോക്കണം. രണ്ടാമത്തെ പരാതിയിലുള്ളത് താൻ നേരിട്ട മൃഗീയമായ പീഡനവും നിന്ദയും എന്തുമാത്രം വലുതാണെന്നൊരു പെൺകുട്ടി എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫേക്ക് പരാതിയല്ല, അതിന്മേൽ FIR ഇട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. ആ പരാതി അടക്കം കേരളത്തിൻ്റെ മുമ്പിൽ വന്നതിന് ശേഷവും ഇദ്ദേഹം ഒരു കുഴപ്പക്കാരനാണ് എന്ന് പറയാതിരിക്കാൻ ഷാഫി ശ്രദ്ധിക്കുന്നത് കാണാം. അത് കോൺഗ്രസ് പാർട്ടിയുടെ ആകെ നിലപാടാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇന്നിപ്പോൾ സംസാരിച്ച കെ മുരളീധരനായാലും കൊള്ളാം, അല്ലെങ്കിൽ VD സതീശനായാലും കാസർഗോഡ് MP ആയാലും ഇവരെല്ലാവരും, ഉണ്ണിത്താനായാലും എല്ലാം ഇദ്ദേഹത്തെ നമുക്ക് അടുപ്പിക്കാൻ കഴിയാത്ത വിധം കുഴപ്പക്കാരനാണെന്ന് തള്ളി പറയുമ്പോഴും എന്തുകൊണ്ടാണ് ആ വാക്ക് പറയാത്തത് ഷാഫി എന്ന് എനിക്ക് സംശയമാണ്. നിങ്ങൾക്ക് നേരത്തെ ഷഹനാസിൻ്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാവുന്നേ ഇല്ല. ഇന്ന് ഷഹനാസ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ഓർമ്മിപ്പിച്ച് വീണ്ടും മെസ്സേജ് ഇടുമ്പോൾ അദ്ദേഹം അതിനൊരു സാഡ് സ്മൈലി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
അതുകൊണ്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഷാഫി കുറച്ചുകൂടി ശബ്ദത്തിൽ, കാരണം ഞാൻ പറഞ്ഞു ഷാഫി അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, ഷാഫി അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറാണ്, അദ്ദേഹത്തിൻ്റെ റീ എൻട്രിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിയതും അത് ഓർഗനൈസ് ചെയ്തതും ഓർക്കസ്ട്രേറ്റ് ചെയ്തതും ഷാഫിയാണെന്നുള്ള ആക്ഷേപം കേൾക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവൻ ഇങ്ങനെ ഒരു കുഴപ്പം പിടിച്ച ആളാണെന്ന്, സ്ത്രീകളെ ആക്രമിക്കുന്ന ആളാണെന്ന്, പീഡിപ്പിക്കുന്ന ആളാണെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുമെന്ന് ഓർത്തു. അങ്ങനെ വിചാരിച്ചെന്നുള്ള ചോദ്യത്തിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അത് നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഷാഫി ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നത്? ഇനി അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ ഇങ്ങനെ പെട്ടുപോയത് സമ്മതിക്കുമ്പോൾ തൻ്റെ കരിയറിനും അത് ശോഭ കെടുത്തുമെന്ന് പേടിച്ചിട്ടാണോ വേറെ എന്തെങ്കിലും കൊണ്ടാണെന്ന് അറിയില്ല. അതുമാത്രം ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നു. ബാക്കി കോൺഗ്രസ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനം വളരെ ശരിയായിരുന്നു ബോധ്യപ്പെടുത്താണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ തന്നെ വി ഡി സതീശൻ്റെ പൊസിഷൻ പ്രത്യേകം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വി ഡി സതീശനാണ് ഇദ്ദേഹത്തെ മാറ്റിയേ പറ്റൂ എന്ന് കർശന നിലപാട് സ്വീകരിച്ചത്. ഇദ്ദേഹത്തെയും കൊണ്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസിൻ്റെ അതിജീവനത്തിന് തടസ്സമാകുമെന്ന് അദ്ദേഹം പല കുറി പറയാൻ നമ്മൾ കണ്ടു. അദ്ദേഹം അകത്തെടുത്ത പൊസിഷൻ അത് തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരും അതിന് പൂർണ്ണമായിട്ട് വഴങ്ങിയില്ല. സൈബർ സംഘം ആക്രമണം തുടങ്ങിയപ്പോൾ ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തി മുതിർന്ന നേതാക്കൾ പോലും സതീശനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ലൈൻ എടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഫൈനലി എന്താണ് സംഭവിച്ചത്? അത് വഷളായെന്ന് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടായിരുന്നോ ആ ആയുധങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതും ഹേർഡിൽസ് ഉണ്ടാക്കുകയാണ് ഈ പ്രശ്നം. അപ്പോൾ അന്നേ അത് പൂർണ്ണതോതിൽ ഒഴിവാക്കിയിരുന്നെങ്കിൽ, അയാളെ ഡിസ്മിസ് ചെയ്യുകയോ അയാളെ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്താണ്? ഇയാളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അത്രയും കുഴപ്പങ്ങൾ നിറഞ്ഞൊരു മനുഷ്യനാണ്. അതിൽ വി ഡി സതീശൻ്റെ അടുത്തുള്ള പൊസിഷൻ ശരിയായിരുന്നു കോൺഗ്രസിനകത്തെ ആൾക്കാരെ കുറച്ചുകൂടെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിവേയും ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർ അതിനെ സംരക്ഷിച്ച് പിടിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ പീഡനത്തിൻ്റെ തീവ്രതയെക്കുറിച്ചോ ഒന്നും പറയാൻ ശ്രമിച്ചില്ല എന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, വലിയ കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോയും CPM-ൻ്റെ ഒക്കെ നേതാക്കന്മാർ പോയിട്ട് അവരെ ആശീർവദിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കോടതി ശിക്ഷിച്ച ആളുകൾ പോലും കുറ്റക്കാരാണെന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന പേരിൽ അവർക്ക് ജയ് വിളിക്കുന്ന പാർട്ടിക്കാരെ കണ്ടിട്ടുണ്ട്. എല്ലാം പറയണമല്ലോ. അങ്ങനെ ഇരിക്കെ കോടതിയുടെ പൂർണ്ണ ശിക്ഷ വരുന്നതിന് മുൻപ് തന്നെ പുറത്താക്കാനൊരു തീരുമാനമെടുത്തത് കേരളത്തിൻ്റെ ഒരു മനസ്സ് മനസ്സിലാക്കലാണ്. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ മലയാളിയുടെ ഓഡിറ്റിങ്ങിന് വിധേയമാണ്, മലയാളിയുടെ കൺസേൺസ് എടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടെന്നൊരു പാർട്ടി മനസ്സിലാക്കുന്നത് ചെറിയ കാര്യമല്ല. അതിന് കോടതി വിധി വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ധാർമ്മികമായ ചില ലൈൻസ് ഉണ്ട്, അത് എടുക്കാൻ ആ പാർട്ടി തയ്യാറായിട്ടുള്ളത് ശുഭകരമാണ്. അതുകൊണ്ട് ഇന്ന് ആ പാർട്ടിയെ നമ്മൾ ആ നിലയ്ക്ക് അംഗീകരിക്കണമെന്ന് ഞാൻ പറയാം. അതെ ദാസ്, ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ പലപ്പോഴായിട്ട് ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികളായിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ തുടരുന്നുണ്ട്. രാഹുലിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ ഇതുകൊണ്ട് അവസാനിക്കുമോ? ഒന്ന് സുകേഷ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലും ലോകത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എപ്സ്റ്റീൻ ഫയൽസാണ്. അത് ലൈംഗിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സ്തോഭജനകമായിട്ടുള്ളൊരു ഫയലാണത് അമേരിക്കയിൽ. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ നിന്നല്ല, അധികാരവും ലൈംഗികതയും ഭയങ്കരമായിട്ട് പരസ്പരം ഒത്തുവരുന്ന പല സന്ദർഭങ്ങളുണ്ട്. കാരണം അധികാരവും ലൈംഗികത എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അധികാരവും ലൈംഗിക അതിക്രമവും. താൻ കൈയാളുന്ന അധികാരത്തെ ലൈംഗിക അതിക്രമത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മേൽ ലൈംഗികമായ അഡ്വാൻസസ് നടത്താൻ വേണ്ടിയുള്ള ഉപാധിയാക്കുക എന്നുള്ളത് അധികാരം കൈയാളുന്ന ആളുകൾ ലോകത്ത് ഇന്ന് മാത്രമല്ല ചരിത്രത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഉപയോഗിച്ചുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിലെ മാത്രം കാര്യമല്ല, ഇന്ത്യയിലെ മാത്രം കാര്യമല്ല, ഇന്നത്തെ മാത്രം കാര്യമല്ല, എല്ലാ കാലത്തെയും കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായ കാര്യം വെച്ചാൽ ഇതിൽ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ വഴുക്കി പോവുക എന്നുള്ളതാണ് കോൺഗ്രസ്സിന് സംഭവിക്കാറുള്ളത്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വഴുക്കി പോവുക, ഒരു തരം ആശയക്കുഴപ്പത്തിൽപ്പെട്ടു. ആ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം അറുതി വരുത്തി ഈ മനുഷ്യനെ പിടിച്ച് പുറത്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇയാൾ MLA സ്ഥാനം രാജിവെക്കുന്നോ ഇല്ലയോ, അയാൾ കീഴടങ്ങുന്നോ, കോടതിയിൽ പോകുന്നു, ഹൈക്കോടതിയിൽ പോകുന്നോ, സുപ്രീം കോടതിയിൽ പോകുന്നോ, ഒന്നും കോൺഗ്രസിൻ്റെ ബിസിനസ്സേ അല്ലാതായി മാറി. കാരണം അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പിടിച്ച് പുറത്തിടുന്നതോടുകൂടി കോൺഗ്രസ് സർവ്വബാധ്യതകൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അതൊരു തീർച്ചയായും സ്വാഗതാർഹമായിട്ടുള്ളൊരു നിലപാടാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ക്രൊണോളജി നമ്മൾ നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായ ഒരു പരാതിയോ അല്ലെങ്കിൽ നിയമ വ്യവഹാരത്തിലേക്കോ കടക്കുന്നതിന് മുമ്പ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ആളെ പുറത്താക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ കോടതിയിൽ FIR ഇട്ടതിന് ശേഷം അവരെന്ത് ചെയ്യണം, പുറത്താക്കുകയാണ്. അപ്പോൾ അതിൽ വേണം ന്യായം പറയാം. ഇപ്പോൾ CPM ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് CPM ഉന്നയിച്ച ആദ്യം പറഞ്ഞ ന്യായം എന്താണ്? നോക്കൂ, അത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ്. കുറ്റവാളികളാണോ എന്ന് തീരുമാനിക്കട്ടെ. കുറ്റവാളിയാണെന്ന് തീരുമാനിച്ച ശേഷം പാർട്ടിയുടെ നിലപാടെന്താണ്? അത് തെറ്റായ വിധിയാണ്, കോടതിയുടെ തെറ്റായ കണ്ടെത്തലാണ്, തെറ്റായ തീർപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് കൊലപാതകം പോലെയുള്ള ക്രിമിനൽ കേസുകളിൽ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ അവരുടെ ഒരു MLA സമാനമായ കേസിൽ പ്രതിയായി നിൽക്കുകയാണ്.
ഞാൻ വിചാരിക്കും ഇന്നത്തെ ദിവസം ഏറ്റവും വിഷമിക്കുന്ന മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ മുകേഷ് MLA ആയിരിക്കും. കാരണം ഇനി വരുന്ന എല്ലാ ബൈറ്റിലും ഉദ്ധരിക്കപ്പെടുന്ന പേരാരാണ്? മുകേഷ് MLA നിങ്ങൾ എന്തു ചെയ്യുന്നു? കാരണം കേസ് അതേ സമാന സ്വഭാവമുള്ള കേസാണ്. അതിൻ്റെ തീവ്രത ഏതളവിലാണെന്ന് അളക്കാൻ അങ്ങനൊരു തീവ്രത അളക്കൽ മീറ്റർ ഇല്ലാത്തതുകൊണ്ട് നിയമപരമായി സമാനമായ കേസാണ്. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമായിട്ട് അവരുടെ MLA ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ പ്രധാന സംഘാടകനായി അവരുടെ സർവ്വവേദികളിലുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന പേര് മുകേഷ് MLA എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ മുകേഷിനെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതിന് CPM മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏറ്റവും സങ്കടപ്പെടുന്ന മനുഷ്യൻ മുകേഷ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ മറ്റേ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്നുണ്ട് CPMൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം. ഇതുവരെ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി എല്ലാം എൻഡ് ഓഫ് ദ ഡേ ഈ സംഗതികളൊക്കെ എത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ധാർമ്മികതയെക്കുറിച്ചോ സദാചാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉയർന്ന മൂല്യബോധത്തെക്കുറിച്ചോ ഉള്ള സംസാരങ്ങളോ ആകുലതകളോ അല്ല, രാഷ്ട്രീയമാണ്. അങ്ങനെ നോക്കി ആ രാഷ്ട്രീയ പോർമുഖത്ത് നിശ്ചയമായും കോൺഗ്രസ് ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്ന ദിവസമാണിത്. ഇത്ര വരെ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കുവാൻ, ഒരു മോശം വഴിയിലൂടെ ഒരാൾക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എന്തുകൊണ്ട് സാധിച്ചു? കോൺഗ്രസ്സിനകത്തൊരു ഇക്കോസിസ്റ്റം ഇതാണോ? തുടങ്ങിയ ചോദ്യങ്ങളുണ്ടല്ലോ. അത് നിശ്ചയമായും കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് ആഭ്യന്തരമായി വിമർശനം നടത്തേണ്ടി വരും. പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു ചോദ്യം വരുമ്പോൾ നിശ്ചയമായിട്ടും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരാൾ ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും. കാരണം ഷാഫിയുടെ ഒരു ട്യൂട്ടിലേജിലാണ് ഈ ചങ്ങായി വളർന്നത്. ഷാഫിയുടെ ട്യൂട്ടിലേജിലാണ് മാത്രം ഞാൻ പറയുന്നില്ല. കാരണം കഴിവുള്ളൊരു പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയം ഈ റോട്ടിലിറങ്ങി പണിയെടുക്കുക എന്നതിൽ നിന്ന് മാറി റിയൽ പോളിറ്റിക്സായി മാറിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് റൂമുകൾ, ടെലിവിഷൻ സ്ക്രീനുകളിൽ വന്നിട്ടുള്ള അതിലെ പെർഫോമൻസൊക്കെ മാറിയ സാഹചര്യത്തിൽ അതിന് പറ്റിയൊരു ഫിഗറായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായുണ്ട്. ഷാഫി എവിടുന്നോ പൊക്കിക്കൊണ്ടുവന്നു എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. പക്ഷേ ഷാഫിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാഫി ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, നോക്കൂ, ഒന്നാമത് ഈ ചെങ്ങായിക്ക് എവിടെ നിന്നൊക്കെയാണ് പരാതികൾ വരുന്നത്? ഇത്രയും ഉത്തരവാദിത്വം നിറഞ്ഞ പൊതുപ്രവർത്തനം നടത്തുന്നതിൽ ഇതിനൊക്കെ എവിടുന്ന് സമയം എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഈ ജാതി വേണ്ടാത്തരങ്ങൾക്കും വൃത്തികേടുകൾക്കും അതിന് മറപിടിക്കാൻ, വൃത്തികേടുകൾ ചെയ്താൽ പോരല്ലോ, അതിന് മറപിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അതെന്തെല്ലാം നടത്തേണ്ടി വരും? എന്തെല്ലാം ഒരു കുറ്റം ചെയ്താൽ അതിനെ മറക്കാൻ വേണ്ടി 100 കുറ്റം ചെയ്യേണ്ടി വരും. അതൊക്കെ ഉണ്ടായിട്ടും പൊളിറ്റിക്സിൽ ഇങ്ങനെ സജീവമായി നിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ഗ്രൗണ്ടിലിറങ്ങിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ ഒന്നും കാര്യമില്ല. കൈകൊട്ടി പാട്ടും റീൽ പിടുത്തം ആയാൽ കാര്യങ്ങൾ നടന്നു കിട്ടും, നേതാവാകാൻ പറ്റും, MLA ആകാൻ പറ്റും. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഈ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്ന ആളുകൾക്കുള്ള അവരുകൂടെ ഓർത്തു വെക്കേണ്ട ഒരു ദിവസമാണ്. ഈ മനുഷ്യൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ വാർഷികമാണെന്ന്. ആ ദിവസമാണ് നാണം കെട്ട് നിൽക്കുന്നത് കേരളീയ സമൂഹത്തിന് മുമ്പിൽ, മൊത്തം മലയാളികൾക്ക് മുമ്പിൽ. പൊതുപ്രവർത്തനത്തെ തന്നെ അപഹസിക്കുന്ന തരത്തിൽ നാണം കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ആ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഇതിനകത്ത് നോക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും അഭിമാനത്തോടു കൂടി പറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്. അതേസമയം ആഭ്യന്തരമായിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ, വിമർശനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതിൽ ഇന്ന് ഏറ്റവും ദുഃഖിച്ച് നിൽക്കുന്ന ആൾ മുകേഷാണെന്നതുപോലെ തന്നെ ഇന്ന് ഏറ്റവും അഭിമാനത്തോടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്ന ആൾ സതീശൻ തന്നെയാണ്. നിഷാദ് അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം വളരെ തുടക്കത്തിൽ തന്നെ കർക്കശമായ നിലപാട് സ്വീകരിച്ചത് മാത്രമല്ല, ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പാർട്ടിക്കകത്തുള്ള എനിക്ക് തോന്നുന്നു ഈ ബ്രിഗേഡായിരിക്കും, രാഹുലിൻ്റെ ബ്രിഗേഡ് തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ഈ സൈബർ ആൾക്കൂട്ടം നടത്തിയിട്ട് സതീശൻ നേരെ നടത്തിയിട്ടുള്ള ആക്രമണം നമ്മൾ കണ്ടതാണ്. ആ സന്ദർഭത്തിൽ ആ ഒരു പൊസിഷൻ ശക്തമായി സ്വീകരിച്ചു, അതിൽ കർക്കശമായി നിന്നു. അതിൻ്റെ പേരിൽ നിശ്ചയമായിട്ടും VD സതീശനും അഭിമാനിക്കാവുന്നൊരു ദിവസമാണ്. കാരണം ഇതൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിക്കാൻ പറ്റി. നമുക്ക് കുറേ കാലമായിട്ട് കോൺഗ്രസ്സിനെ വലിയ തോതിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു കൃത്യമായൊരു പരിസമാപ്തി. അവനില്ല, അവൻ ഞങ്ങളെ കൂടെ ഇല്ല, അവൻ ഞങ്ങൾക്ക് പുറത്താണ്, ഞങ്ങൾക്കും അവനും ഇടയിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്കൊരു ബാധ്യതയുമില്ല എന്ന് സമ്പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിലൂടെ അതിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെട്ടൊരു ദിവസം കൂടിയാണത്. അതിൽ നിശ്ചയമായിട്ടും ആ ഒരു ഇതിലേക്ക് എത്തിക്കുന്നതിൽ സതീശൻ്റെ കർക്കശമായ നിലപാടുകൾ നിശ്ചയമായിട്ടും പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു വൃത്തികേടും മാലിന്യവുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ് നമുക്കിപ്പോൾ പുറത്തു വന്ന കേസുകളൊക്കെ വെളിവാക്കി തരുന്നത്. കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്
വരും കാലങ്ങളിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ധാർമ്മികത അവരെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാഠമായി തന്നെയാണ് മാറുന്നത് എന്നാണ് പറയാനുള്ളത്.